തിരമാലകൾ പോലെ ജീവിതത്തിലേക്ക് വരുന്ന പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും നെഞ്ചുവിരിച്ച് നേരിട്ട് അവയെ തരണം ചെയ്യുമ്പോഴാണ് ഒരു സാധാരണ മനുഷ്യൻ മഹാത്മാവായി തീരുന്നത്. അത്തരത്തിലൊരു മഹാത്മാവായിരുന്നു BC 384 ഗ്രീസിൽ ജനിച്ച ഡെമസ്തനീസ്. ജന്മനാ തന്നെ സംസാര വൈകല്യവും വിക്കുമുണ്ടായിരുന്ന ആ കുഞ്ഞിന് 7 വയസ്സായതോടുകൂടി സ്വന്തം മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ടതോടുകൂടി സംരക്ഷകരായി അവതരിപ്പിച്ച ബന്ധുജനങ്ങളാൽ തന്നെ സ്വത്തുവകകളിൽ ബഹുഭൂരിഭാഗവും നഷ്ടപ്പെടുകയുണ്ടായി. തന്റെ ന്യൂനതകളെ പരിഹരിക്കണമെന്ന് ഉറച്ചു തീരുമാനിച്ച കുഞ്ഞ് ഡെമസ്തനീസ് അതിനായി കണ്ടെത്തിയ മാർഗം വളരെ വിചിത്രമായിരുന്നു. സമുദ്രത്തെ അഭിമുഖമായി നിന്നുകൊണ്ട് കൊച്ചു ഉരുളൻ കല്ലുകൾ വായിലേക്ക് പിറക്കിയിട്ടുകൊണ്ട് തന്റെ സംസാരശേഷി വീണ്ടെടുക്കുവാനായിട്ട്, തന്റെ ന്യൂനത പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ആ സമുദ്രത്തെ ലക്ഷ്യമാക്കി വളരെ നീണ്ട പ്രഭാഷണങ്ങൾ പരിശീലിക്കുമായിരുന്നു. അതിനൊടുവിൽ ലോകത്തിലെ തന്നെ പ്രഭാഷകന്മാരിൽ ഏറ്റവും നിറവാർന്ന തിളക്കമാർന്ന ഒരു ചരിത്രം അദ്ദേഹത്തിന് സൃഷ്ടിക്കുവാനുമായി. അദ്ദേഹം കോടതി മുറികളിൽ നീണ്ട വാദമുഖങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തിന് നഷ്ടമായ സ്വത്തുവകകൾ ബഹുഭൂരിഭാഗവും തിരിച്ചു പിടിക്കുവാനും ഇടയായി. ഇത്തരത്തിൽ 1% കഴിവും 99% കഠിന പ്രയത്നവും മൂലം ഒരു വലിയ പ്രതിഭ ലോകത്തിന് തന്നെ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു. ഇത് നമ്മൾക്ക് നമ്മുടെ ന്യൂനതകളെ പരിഹരിക്കുവാൻ തീർച്ചയായിട്ടും വലിയ ആശ്വാസകരമായ ഒന്ന് തന്നെയാണ്.